അമ്മ, ഹായ് ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അപ്പോളെ സൗണ്ടൊന്നും ശരിയായിട്ടില്ല. കേട്ടാ. സൗണ്ടൊന്നും ശരിയായില്ല. അപ്പോൾ തന്നെ ഞാനൊരു കാര്യം ആദ്യം തന്നെ പറഞ്ഞു തരാം എല്ലാവരോടും. പാവ അമ്മ, നിങ്ങൾ കണ്ടില്ലേ? എങ്ങനെ ഉണ്ടായിരുന്ന അമ്മയാണ്. താമരപ്പൂ പോലെ വിരിഞ്ഞു നിന്ന അമ്മ വാടിയ മല്ലിപ്പൂ പോലെ ആയിപ്പോയി. അപ്പോൾ സംഭവം എന്താന്ന് പറഞ്ഞാലേ, അമ്മയ്ക്ക് വിഷമമുണ്ട്. വാടിയ മല്ലിപ്പൂ എന്ന് പറഞ്ഞാൽ മല്ലിപ്പൂ ശരിയാവും ശരിയാവും, പേടിക്കണ്ട. അപ്പോൾ എന്താ സംഭവം എന്ന് പറഞ്ഞാൽ, ആദ്യം ഒരു കല്യാണം, അതിനൊരു ഷോപ്പിംഗ്. എല്ലാവരും പറയുമല്ലോ, അമ്മ അങ്ങനെ ഒരുപാട് യാത്ര ചെയ്യാറില്ല, അല്ലെങ്കിൽ അമ്മ തന്നെ പറയാറുണ്ടല്ലോ യാത്ര ചെയ്യാറില്ല. അപ്പോൾ അവരൊക്കെ പറയുമല്ലോ ഇടയ്ക്കിടയ്ക്ക് യാത്രയ്ക്ക് കൊണ്ടുപോകും മക്കളെ വല്ല കൊണ്ടുപോയതിൻ്റെ ഫലമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് കണ്ടില്ലേ, ഇതാണ് അവസ്ഥ. ഇത് കാരണം കൊണ്ടാണ് നിങ്ങളെ കാണാൻ ഇത്ര ദിവസം വരാണ്ടിരുന്നത്. കാരണം അമ്മയ്ക്ക് ആകെയുള്ളൊരു നേരം പോക്കെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ആകെയുള്ളൊരു ആശ്വാസം എന്ന് പറഞ്ഞാൽ, ഒരു വീഡിയോ ഇടുക, അതിലൂടെ നിങ്ങളുടെ മനസ്സ്, നിങ്ങളുടെ മെസ്സേജുകൾ, ഇതൊക്കെ അറിയാൻ ഒരു സാഹചര്യം കിട്ടുക എന്നുള്ളത് ഏറ്റവും വലിയൊരു കാര്യമാണ്. അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ പറഞ്ഞു വന്നത്, നേരെ പോയി ഷോപ്പിംഗ് കഴിഞ്ഞ് നേരെ വന്നത് ഒരുപാട് സമയമൊന്നും ഇല്ലാണ്ട് നേരെ കല്യാണത്തിന്. അങ്ങനെ കല്യാണ വീട്ടൊക്കെ പോയി അവിടുത്തെ സദ്യയും കാര്യങ്ങളൊക്കെ കഴിച്ച്, അവിടെ 2-3 ദിവസത്തെ പരിപാടിയായിരുന്നു അല്ലേ. അപ്പോൾ ആ 3 ദിവസത്തെ പരിപാടി കഴിച്ച് നേരെ തിരിച്ചു വരുമ്പോഴേക്കും നമ്മുടെ സിംഗലമ്മയുടെ ഉദ്ഘാടന പരിപാടിയായിട്ട് അങ്ങനെ പോയി അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു പരിപാടി കഴിഞ്ഞു. അപ്പോൾ ഇവിടെയൊക്കെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ചാരൽ മഴ അങ്ങനെ കൊണ്ടുകൊണ്ടിരിക്കുകയാണ് ഇടയ്ക്കിടയ്ക്ക് അല്ലേ. ഇടയ്ക്കൊരു ചാരൽ മഴയും കാര്യങ്ങളും എല്ലാം കൊണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അമ്മയ്ക്ക് ശരിക്കും പറയുകയാണെങ്കിൽ തീരെ സുഖമില്ലാണ്ടായി. പോരാത്തതിന് കുറേ ഗുളികയൊക്കെ കഴിക്കുന്നതാണ്. അതിൻ്റെ ഒപ്പം ഇതിൻ്റെ ഗുളികയും കൂടി ആയപ്പോൾ എണിച്ചെടുക്കാൻ പറ്റാണ്ടായി. അങ്ങനെയൊക്കെ ആയിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്കണം. ഞാനൊന്ന് പറഞ്ഞോട്ടെ കേട്ടോ, ബാക്കി അമ്മ ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്കണം. അമ്മ നമ്മുടെ കൂട്ടുകാരോട് വിളിച്ച് പറയുകയാണ്, എനിക്ക് വയ്യാണ്ടായി. അപ്പോൾ എന്താ പറയുക, അമിതമായ അമൃതും വിഷാണെന്ന്. അപ്പോൾ ഞാൻ എന്താ ഈ അമ്മ പറയണമെന്ന് ശ്രദ്ധിച്ച് കേൾക്കുമ്പോൾ എന്താ സംഭവം അറിയോ? എന്താ നീ ഇങ്ങനെ പറയണത്? പൊന്നുപോലെ നോക്കണം മക്കളെ നിനക്കുണ്ടല്ലോ, പിന്നെ നിനക്ക് എന്തിൻ്റെ കുഴപ്പമാണെന്ന്. ആ പൊന്നുപോലെ നോക്കണം മക്കൾ തന്നെ ആടി എൻ്റെ കുഴപ്പമെന്ന് കൂട്ടുകാരോട്. അതെന്താണെന്ന് അമ്മ ഒന്ന് പറയൂ. ഞാൻ പറഞ്ഞുതരാം. അമ്മ അവരോട് പറയാണ്, വയ്യാണ്ടായി എന്നുള്ള വിവരം ആദ്യം ഇവൻ അറിഞ്ഞു. ആര്? എൻ്റെ വീട്ടിലുള്ള കുരുത്തം കിട്ടവൻ അറിഞ്ഞതിന് ശേഷം എന്തായി എന്ന് പറഞ്ഞു, 1 മിനിറ്റ് ഇരിക്കാൻ സ്വയം തന്നില്ല. ഇരിക്കുകയാണെങ്കിൽ അമ്മ ഇപ്പം എങ്ങനെയുണ്ടമ്മ ചോദിക്കും. അപ്പം അമ്മ പറയും, എടാ കുഴപ്പമില്ലടാ പറയും. ഭക്ഷണം ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ശരിക്കും പറയുന്നത് വായയ്ക്ക് രുചിയില്ലാത്തത് കൊണ്ട് ഭക്ഷണം ശരിക്കും കഴിക്കാൻ പറ്റില്ല അമ്മയ്ക്ക്. അപ്പോൾ ഭക്ഷണം ഒരു വായ ഇങ്ങനെ കഴിച്ച് രണ്ടാമത്തെ വായ കഴിക്കാൻ പോകുമ്പോൾ ഞാൻ ചോദിക്കും, അമ്മ കഴിക്കാൻ പറ്റില്ല അമ്മ, രുചി തോന്നുന്നില്ല അമ്മ പറയും. അപ്പോൾ ഞാൻ എങ്ങനെയെങ്കിലും കഴിച്ചോളാടാ മകനെ പറയും. അപ്പോൾ ഈ വിവരം ദുബായിലിരുന്ന 2 മക്കൾ അറിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? അവരിതിൻ്റെ അപ്പുറമായിപ്പോയി. എന്ന് വെച്ചാൽ അവിടെ ഉള്ളൊരു മകനും ഒരു മകളും ഉണ്ടല്ലോ, മകൾക്ക് ഇത്തിരി വയ്യ, ഫീവറോ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞു, മോളെ നിനക്ക് തന്നെ വയ്യല്ലോ, നീ എന്തിനാണ് അത്ര റിസ്ക് എടുക്കുന്നത്? നിൻ്റെ ആരോഗ്യം നീ നോക്കുന്നു. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഞങ്ങളുടെ വീട്ടിലെ വിളക്കാണ് അമ്മ, അതെപ്പോഴും ജ്വലിച്ച് കത്തിക്കൊണ്ടിരിക്കണമെന്ന് പറഞ്ഞിട്ട് ദിവസത്തിന് ഒരു 10 വിളി. അതെങ്ങനെ? ചിലപ്പോൾ കടന്നുറങ്ങുണ്ടാവും. ആദ്യം മകൾ വിളിക്കും, പിന്നെ മകൻ വിളിക്കും, പിന്നെ മകൾ വിളിക്കും, പിന്നെ മകൻ വിളിക്കും. എന്താ സംഭവം എന്ന് പറഞ്ഞാൽ, അമ്മ ഒന്ന് കണ്ണടച്ചിങ്ങനെ ഉറങ്ങിയായിരിക്കും മരുന്നിൻ്റെയൊക്കെ ശീലത്തിൽ. നല്ല ക്ഷീണമാണല്ലോ മരുന്നിൻ്റെ. അപ്പോൾ ഇങ്ങനെ ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ ഒരു ഫോൺ വരുമ്പോൾ ഞാൻ പറഞ്ഞിട്ട് വെച്ചാൽ മതി. ഞാൻ എന്ത് ചെയ്യും, ആ ഫോൺ നേരെ കൊണ്ടുവന്ന് നമ്മുടെ കയ്യിൽ കൊടുക്കും. അപ്പോൾ അമ്മ അടിച്ചിട്ട് ഹലോ എന്ന് പറയും. അവർക്ക് അവിടെ പോയോ, അവസാനം ഒരു ഉരുള ചോറ് ഇങ്ങനെ ഉണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ അമ്മ എന്താ ചെയ്യുന്നത്? ഭക്ഷണം കഴിക്കാൻ പോകണം. അപ്പോൾ നന്നായി കഴിക്കണം കേട്ടോ, അപ്പോൾ ആരോഗ്യമൊക്കെ നന്നായിട്ട് നോക്കണം കേട്ടോ. വന്നിട്ട് ഒരു 10 പ്രാവശ്യം, അത് അവൻ്റെ ഒരു 10 പ്രാവശ്യം, എൻ്റെ ഒരു 10 പ്രാവശ്യം, അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മരുന്നിൻ്റെ പെട്ടിയും പിടിച്ചിട്ട് അച്ഛൻ ഇങ്ങനെ നടക്കുക. ഇടയ്ക്ക് അപ്പുറത്ത് പോകുമ്പോൾ ഒരു ഇഞ്ചക്ഷൻ, ഇപ്പുറത്ത് വരുമ്പോൾ ഒരു ഇഞ്ചക്ഷൻ 2 ഉണ്ടല്ലോ, 2 നേരം. ആ ഇഞ്ചക്ഷൻ സ്ഥിരം എടുക്കണതാണല്ലോ, എടുക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതങ്ങനെ. അതിൻ്റെ ഇടയ്ക്ക് അച്ഛൻ്റെ മരുന്ന് പെട്ടികൾ വേറെ. അങ്ങനെ എല്ലാം കൂടിയിട്ട് നമ്മുടെ കൂട്ടുകാരോട് അമ്മ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, എന്തടീ നീ പറയണത്, ഇതിനെക്കാട്ടിലും നല്ലത് ഇവർ അന്വേഷിക്കേണ്ടിയിരിക്കുകയാണ്. പിന്നെ അമ്മ അവസാനം ഒരു വാക്ക് പറഞ്ഞത് എന്താണെന്ന് എനിക്ക് പിടികിട്ടിയില്ല. അവർ പറഞ്ഞു പോകണം ഇങ്ങനെ, ഭാഗ്യം ചെയ്തവളടി നീ ചെയ്യുന്നത്. അപ്പം അമ്മ പറയും, ഇങ്ങനെയുള്ള ഭാഗ്യം ഒരു അമ്മമാർക്കും ഉണ്ടാവരുത്. കാരണം ഉറങ്ങാനും വിടില്ല, ഇരിക്കാനും വിടില്ല, കിടക്കാനും വിടില്ല, കഴിക്കാനും വിടില്ല. ഇതിനൊക്കെ ഭാഗ്യം എന്നാ പറയുക. എനിക്കൊരു സംശയമുണ്ട്, ഇവറ്റങ്ങൾക്ക് എന്തെങ്കിലും എൻ്റെ മുകളിൽ എന്തെങ്കിലും വൈരാഗ്യം ഉണ്ടായിട്ട് ആ വൈരാഗ്യം വയ്യാത്തപ്പോൾ തീർത്താണോ എന്ന് എനിക്കൊരു സംശയമുണ്ടെന്ന്. അപ്പോൾ എന്താ നീ ഇങ്ങനെ പറയണമെന്ന്. അപ്പോൾ പറയുക, അല്ലെങ്കിൽ നീ ഒന്ന് ആലോചിച്ച് നോക്ക്, ഉറങ്ങനവനെ ഇവനോ ഒരു മണ്ടൻ ഇവിടെ ഉണ്ട്, അവൻ അങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞാൽ അവിടെ ഒരു മണ്ടനും വണ്ടിയും കൂടിയിട്ട് ഉറങ്ങിയും കൊണ്ടിരിക്കുന്ന അമ്മേനെ വീണ്ടും വീണ്ടും എണിപ്പിച്ചിട്ട് അമ്മ ഉറങ്ങുകയാണോ, ഇപ്പം എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുമ്പോൾ എന്താ ഞാനിതിന് മറുപടി പറയാം? ഇനി ബാക്കി മറുപടി അമ്മ പറയും. അല്ല എന്നാലും അമ്മ പറയാം, എന്തുകൊണ്ട്
ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അടുത്തൊരു ഫോൺ വന്നു, അങ്ങനെ വീഡിയോയും കട്ടായി. അപ്പോൾ അമ്മയ്ക്ക് ഒന്നും കൂടി ദേഷ്യം, ഈ ചെക്കൻ വേണം വന്നിട്ട് കട്ട് ചെയ്തതാണ് അത്. ഈ വയ്യാണ്ടായി കഴിഞ്ഞാൽ അമ്മമാർക്ക് എന്താണെന്നറിയില്ല, കുട്ടികൾക്ക് അങ്ങനെയല്ല, ഓമനത്വം കൂടി ഈ അമ്മമാർക്ക് ദേഷ്യമാണ് വരികയെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. ഇപ്പോൾ ഫോൺ കട്ടായപ്പോൾ പറയാം, ഒരു വീഡിയോയും കൂടി കറക്റ്റായിട്ട് പിടിക്കാൻ പറ്റില്ല, ആറ്റ് നോക്കി അമ്മ ഇങ്ങനെ ഇരിക്കുകയാണ്, അപ്പോൾ ഒരു വീഡിയോയും കൂടി കറക്റ്റായിട്ട് പിടിക്കാൻ പറ്റില്ല എന്ന്. എന്താ ഒരു കഷ്ടം നോക്കി. അല്ല ഞാൻ പറഞ്ഞാൽ വല്ല തെറ്റുമുണ്ടോ? നോക്കൂ, മത്തങ്ങ പോലെ ഇട്ടായ നിങ്ങളുടെ അമ്പുമ്മ ഇപ്പോൾ ശരിക്കും ഒരു ഓമക്കായ പോലെ ആയില്ലേ? ശരിയാവും, പക്ഷെ ഓമക്കായ്ക്ക് അതിൻ്റെതായ ഭംഗിയുണ്ട്, മത്തങ്ങയ്ക്ക് അതിൻ്റെതായ ഭംഗിയുണ്ട്. ഇപ്പോൾ താമരപ്പൂ അത് വിരിഞ്ഞ് നിൽക്കുന്നത് എവിടെ? ചേറിലല്ലേ. പക്ഷെ മല്ലിപ്പൂ അത് എവിടെ ഉണ്ടെങ്കിൽ നമ്മുടെ തറയ്ക്ക് ചൂടാണ്, കുറച്ച് കഴിഞ്ഞാൽ വാടിയാലും അതിൻ്റെ പ്രാധാന്യം അതിനുണ്ടാവും, നമ്മൾ മനസ്സിലാക്കിയില്ലേ അമ്മ? എന്നിട്ട് ഇത്രത്തോളം സ്നേഹിക്കുന്ന മക്കൾ അമ്മയ്ക്ക് ശല്യമായി എന്നവരാണ്. ചില സമയത്ത് അങ്ങനെയാണ്. ഇനി ഒന്നും കൂടി പറയാനുണ്ട് എനിക്ക്. അതുപോലെ ഞാൻ ഈ അമ്മ വയ്യാണ്ട് കിടക്കുക, പ്രത്യേകിച്ച് എൻ്റെ അമ്മയ്ക്ക് വയ്യാണ്ടായി കഴിഞ്ഞാൽ മസാലയുടെ ഒരു മണവും പറ്റില്ല, ഒന്നും പറ്റില്ല. കഞ്ഞി മാത്രം അമ്മ കുടിക്കുള്ളൂ. കഞ്ഞിക്ക് എന്തെങ്കിലും ഒരു ഉപ്പേരി ഉണ്ടെങ്കിൽ മതി. ഞാനാണെങ്കിൽ അമ്മയ്ക്ക് വിഷമാവാൻ പാടില്ല, വന്നിട്ട് കഞ്ഞി കുടിക്കുമ്പോൾ കഞ്ഞി സൂപ്പറമ്മ, കഞ്ഞി സൂപ്പറമ്മ എന്ന് പറയും. പറയൂ. എന്നിട്ട് അഥവാ പുറത്ത് പോയിട്ട് വല്ലതും കഴിച്ചിട്ട് വന്നാൽ അതാ അവൻ ദിവസം ഹോട്ടലിൽ പോയിട്ട് കഴിച്ചിട്ട് ആരോഗ്യം നശിപ്പിക്കുകയാണ്, എനിക്കൊന്നും ഉണ്ടാക്കി കൊടുക്കാൻ. അല്ല അങ്ങനെ അമ്മ വിചാരിക്കും. പിന്നെ 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 അമ്മയ്ക്ക് അടുക്കളയിലൊന്നും ചെയ്യാൻ പറ്റൂല്ല. എന്നാൽ അടുക്കളയിൽ ഞാൻ ആരെങ്കിലും പോയിട്ട് എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞാൽ അമ്മാണോ അമ്മയ്ക്ക് പറ്റില്ല. അപ്പോൾ എല്ലാം കൂടിയിട്ട് എനിക്ക് കഞ്ഞി എത്രത്തോളം ഇഷ്ടമായി എന്ന് പറഞ്ഞാൽ കഞ്ഞിയിലൊരു എന്തോ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ കഞ്ഞി നന്നായിട്ടുണ്ട്. അത് തെറ്റാണോ? അല്ലമ്മ നോക്ക്, ഇതാണ് നമ്മുടെ കുഴപ്പം. ഇത്രയും അമിതമായി സ്നേഹിക്കണ മക്കളെ അമ്മ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? അമ്മ ഈ ജന്മമല്ല, എത്രയോ ജന്മത്തിൻ്റെ പുണ്യമായിരിക്കുമല്ലോ അമ്മ. അത് ഞാൻ ശരിയാക്കി തരാടാ, നിങ്ങൾക്കൊക്കെ വയ്യാണ്ടാകുമ്പോൾ ഞാൻ ശരിയാക്കി തരാം. എന്നാൽ ഇത്രയും വലിയ പുണ്യമൊന്നും ആർക്കും കിട്ടാൻ പാടില്ല എന്നൊരു കൂട്ടുകാരോട് അമ്മ വിളിച്ചു പറഞ്ഞല്ലമ്മ. ഇങ്ങനെയൊക്കെയാണോ? എനിക്ക് സംശയമുണ്ട്, ഈ പിള്ളേർ എന്നെ സ്നേഹിക്കുകയാണോ ദ്രോഹിക്കുകയാണോ സംശയമുണ്ടെന്നൊക്കെ പറഞ്ഞു പോയല്ലോ അമ്മ. എങ്ങനെ ഈ ഇത്രയും നിഷ്കളങ്കമായ മുഖത്തിനുള്ള ഇത്രയും ക്രൂരമായ ഒരു മനസ്സെങ്ങനെ ഉണ്ടായി? പിന്നെ ഇവരെൻ്റെ മക്കളൊന്നാവാൻ വഴിയില്ല, ശത്രുക്കളായിരിക്കും, ഏതോ ജന്മത്തെ ശത്രുക്കളുടെ മക്കളായി ജനിക്കുന്നു പറഞ്ഞു. ഇങ്ങനെ ദ്രോഹിക്കുന്ന മക്കളെ ഞാൻ കണ്ടിട്ടില്ല. മിനിറ്റിന് വിളിച്ചിട്ട് അവർ സ്നേഹിക്കായിരുന്നു ദ്രോഹിക്കായിരുന്നു എനിക്ക് സംശയമുണ്ട് എന്ന്. പിന്നെ എനിക്ക് പകർത്തി തന്ന കോൾഡ് അതെ, എനിക്ക് 2 ദിവസം കുളിക്കാണ്ടിരുന്നപ്പോൾ അതും തലവേദനയാണ്, തലക്കനൊക്കെയായി. തലക്കനം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല കേട്ടോ, കണ്ടോ കുയിലിന്റെ സൗണ്ട് പോലെ ഉണ്ടായ നമ്മുടെ സൗണ്ട് ഇപ്പോൾ മയിലിന്റെ സൗണ്ട് പോലെ. ഇന്ന് ഞാൻ അങ്ങനെ കുളിച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഈ തൊണ്ടടൊക്കെ കുറച്ച് കൂടിയ പോലെ ഉള്ളത് കുറച്ച് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒന്ന് കുളിച്ചാൽ തലയ്ക്ക് ഒരു സുഖം കിട്ടുമെന്ന് പറഞ്ഞിട്ട് കുളിച്ചു. ഇനി തലയ്ക്ക് സുഖമില്ലാന്നൊന്നും പറയരുത് കേട്ടോ, അങ്ങനെയൊന്നും പറയാൻ പാടില്ല. എന്താണ് പിന്നെ തലയ്ക്ക് സുഖം? ഓ തലഭാരം. എവിടെ കണ്ണിലാണോ എണ്ണ ഇട്ടത്? ആ കണ്ണാണ് അമ്മ കാണിച്ചത്. അപ്പൊ കണ്ണേതാ തലയേതാന്ന് മനസ്സിലാവണ്ടായിട്ട്. തൊണ്ടയ്ക്കൊരു പ്രശ്നമാണ്, എന്തോ ഒരു വേറൊരു പ്രശ്നം തുടങ്ങിയ പോലെ തോന്നി. പക്ഷെ എന്നാലും എത്ര ദിവസമൊക്കെ നിങ്ങളെ കാണാണ്ടിരിക്കുക, നിങ്ങളിതൊക്കെ അറിയണ്ടേ. പിന്നെ സിംഗിൾ ബോബൻ്റെ കടയുടെ ഉദ്ഘാടനമൊക്കെ വളരെ നന്നായി നടന്നു, നല്ല ഇതായിരുന്നു. ചിലരൊക്കെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ എനിക്ക് മെസ്സേജ് ഇടുന്ന ആൾക്കാരാണെന്ന് എനിക്ക് തോന്നിയില്ല, കാരണം പേരൊക്കെ കേട്ടപ്പോഴേ. പക്ഷെ ഞാൻ നിങ്ങളിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടാവുമോ എന്നൊക്കെ ഞാൻ പ്രതീക്ഷിച്ചു, പക്ഷെ ആരെയും കണ്ടില്ല. അത് വല്ലാത്ത നിരാശയായി കേട്ടോ. ആരെങ്കിലുമൊക്കെ വരേണ്ടതല്ലേ, ഞാനും കൂടി വരുന്നത് നിങ്ങൾക്ക് അറിയില്ലേ? അങ്ങനെ അവർക്കറിയാമോ? മുൻകൂട്ടി പറഞ്ഞിട്ടില്ലല്ലോ പോകണ്ടെന്ന്. എന്നാലും സിംഗിളിന്റെ കാര്യത്തിൽ ഞാൻ അവിടെ എത്തുന്നവർക്കറിയാം. അതിന് അവിടെ കല്യാണം ഒന്നല്ലല്ലോ, ഉദ്ഘാടനം അല്ല, അത് എത്തുന്നെന്ന് ഉറപ്പ് വിചാരിക്കാൻ പറ്റില്ല. അമ്മ പറയേണ്ടത് നമ്മുടെ കടമയായിരുന്നു, അമ്മ പറയാണ്ട് പോയിട്ട് അവരെ കുറ്റം വന്നിട്ട് കാര്യമില്ല. അപ്പൊ ഇല്ല, വരുന്നറിയാം, വരുന്ന അവര് വിചാരിക്കും. ആണോ? അപ്പൊ ആരെങ്കിലും ഒക്കെ വന്നിട്ടുണ്ടാവും എന്ന് വിചാരിച്ചു. പക്ഷെ അങ്ങനെ കരയണ്ട, പറഞ്ഞാ മതി. ഞാൻ കുറെ പേരെ നോക്കി, അപ്പൊ എല്ലാരും വന്ന് സംസാരിച്ചു. ഞങ്ങള് വീഡിയോ കാണാറുണ്ട് എന്നൊക്കെ ഞാൻ പേരൊക്കെ അങ്ങനെ ചോദിച്ചു. അപ്പൊ ആ പേരിലൊന്നും എനിക്ക് മെസ്സേജ് ഇടുന്ന ആൾക്കാരുടെ ഒരു പേരും ഞാൻ കണ്ടു. പക്ഷെ ഗുരുവായൂർ വെച്ചിട്ട് കുറച്ച് പേരെ കണ്ടു. അവര് ഇടുന്ന ആൾക്കാരായിരുന്നു. ഗുരുവായൂർ വെച്ച് കണ്ടവര് എന്റെ മെസ്സേജിൽ ഇടുന്ന ആ പേര് ഞാൻ കണ്ടിട്ടുണ്ട്.
പക്ഷെ ഇപ്പൊ ആരും എല്ലാവരും പക്ഷെ അറിയാം. ഉം. പക്ഷെ ആരും എനിക്ക് മെസ്സേജ് ഇടുന്ന ആൾക്കാരായിട്ട് എനിക്ക് തോന്നിയില്ല. ഉം. അപ്പൊ എനിക്ക് അതൊരു നിരാശയായി. ഉം. അതെന്തെങ്കിലും ആവട്ടെ. ഉം. പിന്നെ സിംഗിൾ ഭവൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണതല്ലേ. അപ്പൊ അവരുടെ ഈ ഒരു സംരംഭം നമ്മുടെ ഇടയിലും ഒരു വനിത, അതും എന്താ പറയാ യൂട്യൂബിലൂടെ മുന്നോട്ട് വന്നൊരു വനിത, അവര് ഒരുപാട് മുന്നോട്ട് വരാണെങ്കിൽ അതിന് ഈ യൂട്യൂബേഴ്സാണ് മുഖ്യ കാരണം. അപ്പോൾ അവരുടെ ഉൽപ്പന്നങ്ങൾ നമ്മൾ സ്ത്രീകളാണല്ലോ അടുക്കളയിൽ നമ്മളെല്ലാം വാങ്ങിക്കുകയൊക്കെ ചെയ്യുമല്ലോ. അപ്പോൾ ഈ യൂട്യൂബ് കാണുന്ന എല്ലാവരും അവരുടെ ഉൽപ്പന്നങ്ങൾ മേടിച്ച് അവരെന്താ പറയുക പിക്കിളും സ്പൈസസും പിന്നെ എന്തൊക്കെ പുട്ടുപൊടികൾ എന്തൊക്കെയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ വിപണിയിൽ ഇറങ്ങുമ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങളുടെ അടുക്കളയിൽ ആ സാധനം വാങ്ങി രുചിച്ച് നോക്കൂ. എന്നിട്ട് നിങ്ങൾക്കത് നല്ലതാണെന്ന് തോന്നുകയാണെങ്കിൽ അവർക്ക് സപ്പോർട്ട് ചെയ്യുക, വാങ്ങിക്കുക. നിങ്ങളുടെ എല്ലാ അടുക്കളയിലും സിംഗിൾ പോകേണ്ട ഒരു സാധനം ഇങ്ങനെ ഒരു ഉത്പന്നം അവിടെ ഇരിക്കട്ടെ അല്ലേ. അപ്പൊ എന്താ പറഞ്ഞാൽ യൂട്യൂബിൽ നിന്ന് വളർന്നു വന്നവരല്ലേ. അപ്പൊ യൂട്യൂബേഴ്സ് അതിനെ സപ്പോർട്ട് ചെയ്യണം. അങ്ങനെ ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട്. അവരൊക്കെ ഇങ്ങനെ ഓരോ സംരംഭങ്ങൾ തുടങ്ങട്ടെ. ഇതൊരു പ്രചോദനമാവട്ടെ. എന്താ പറഞ്ഞാൽ ഒരാൾ വളർന്നു വരുമ്പോൾ ഒരു വനിതാ എന്ത് സംരംഭമാണെങ്കിലും ഒരു ലേഡി ബിസിനസ്സുകാരി എന്ന് പറയുമ്പോൾ അതിന് യൂട്യൂബിലൂടെ ഇങ്ങനെ വളർന്നു വന്നു എന്നൊക്കെ പറയുമ്പോൾ മറ്റൊരാൾക്കൊരു പ്രചോദനമാവും. അങ്ങനെ നമ്മുടെ വനിതകളൊക്കെ മുന്നോട്ട് വരട്ടെ. അപ്പോൾ അതിനൊരു പ്രചോദനമായിട്ടാണെങ്കിലും അവർ മുന്നോട്ട് വരുമ്പോൾ നിങ്ങളെല്ലാവരും അവരെ സപ്പോർട്ട് ചെയ്യുക. ഇതിപ്പോ പിന്നെ ഒരു മക്കളും ഇങ്ങനെ ഓവറായിട്ട് അമ്മമാരെ അച്ഛന്മാരെ ഒന്നും സ്നേഹിച്ചിട്ട് അവരിങ്ങനെ ബുദ്ധിമുട്ടിക്കരുത്. ഈ വയ്യാണ്ടിരിക്കുമ്പോൾ ഇത്ര ക്ഷീണമൊക്കെ ഉണ്ടാവും. രഞ്ജിത്ത് നീ അത് മനസ്സിലാക്കണം. പിന്നെ അവിടെയുള്ള അവരും മനസ്സിലാക്കണം. പിന്നെ ഒരിക്കലും ഇങ്ങനെ അമ്മമാർ പറയാനും പാടില്ല എത്രയോ ജന്മത്തെ ശത്രുതയോ അല്ലെങ്കിൽ ഈ ജന്മത്തെ ഞാൻ എന്തായാലും ദ്രോഹിച്ചത് കൊണ്ടായിരിക്കുക എൻ്റെ സുഖമില്ലാത്ത സമയം കാത്തിരുന്നവർ ഒരു മിനിറ്റ് എൻ്റെ കണ്ണടയ്ക്കാൻ സമ്മതിച്ചില്ല, ഒന്ന് ഉറങ്ങാൻ സമ്മതിച്ചില്ല, ഒന്ന് ഭക്ഷണം കഴിക്കാൻ സമ്മതിച്ചില്ല. കാരണം ഒരു വായൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കൊണ്ടുപോകുമ്പോഴേക്കും അമ്മ കഴിച്ചോ, അപ്പം അമ്മ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് മക്കളെ. ഈ ചെയ്ത കാര്യങ്ങൾ വിളിച്ചു പറയാണ് ഇത്രയൊക്കെ ചെയ്യാൻ പാടുള്ളൂ. എന്താ പറയുക, ഒരു വയ്യാത്ത ഒരാൾ കിടക്കുമ്പോൾ അവർക്ക് അവിടെ കുറച്ചു നേരം കിടന്നുറങ്ങിക്കോട്ടെ. അവർ ഉറക്കം പിടിച്ച് അവർക്ക് ചോദിച്ചിട്ടൊക്കെ വരുന്നതൊക്കെ ഒരു ശല്യമല്ലേ. അത് ചോദിച്ചില്ലെങ്കിൽ പറയാം അമ്മ അവിടെ വയ്യാണ്ട് കിടക്കുകയായിരുന്നു, ഒന്ന് എത്തി നോക്കാനും കൂടി വന്നില്ല, കുരുത്തം കെട്ട മക്കള് പറയും. അതൊന്നും പറയില്ല. ഇപ്പൊ എന്താ അമ്മ തുപ്പിയത്? അത് ഒരു അടയ്ക്ക വായിലിട്ട്. അടയ്ക്കാണോ? ഞാൻ എന്നെയാണ് വിചാരിച്ചു, പേടിച്ചു പോയി. അപ്പൊ എന്താ പറയാ, വായൊക്കെ എന്തോ മാതിരി തോന്നുന്നു എനിക്ക്. ഒരു മധുരം കഴിക്കാൻ തോന്നുന്നില്ല, മസാലയുടെ ഒന്നും കഴിക്കാൻ. എന്നാൽ അമ്മ ഒന്നാലോചിച്ച് നോക്കണം, ഒന്നാലോചിച്ച് നോക്കണം. ഞാനിവിടെ അടുത്തിരിക്കുന്നവൻ, ഞാൻ അത്യാവശ്യം ചെറുതായിട്ട് ബുദ്ധിമുട്ടിച്ചാലും അത്രയും ദൂരെ ഇരിക്കുന്ന ആ മക്കള് രാത്രി ഉറങ്ങിയിട്ടില്ല, പകലും ഉറങ്ങിയിട്ടില്ല, ചിന്തിക്കണ്ടേ അമ്മ? അങ്ങനെയൊക്കെ എത്രയോ മക്കളുകളൊക്കെ ഉണ്ടാവും, അതിനൊന്നും കുഴപ്പമില്ല. അതിന് അതന്നെ അങ്ങനെ വിളിച്ച് പറയുമൊന്നും വേണ്ട. അല്ല എന്നാലും എന്നിട്ട് അതിനെ പറയാണ് ഇതെന്തോ എന്നോട് ശത്രുത തീർത്താണെന്ന്. ഇത് പ്രായമാകുമ്പോൾ അമ്മമാർ കൊച്ചു കുട്ടികളെ പോലെ പൊമ്മലൊക്കെ ആവും. അത് മക്കൾ മനസ്സിലാക്കണം. അവർ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ വായത്തോന്നൊക്കെ പറഞ്ഞു എന്ന് പറയും. അങ്ങനെ വായത്തോന്ന് പറഞ്ഞാൽ വൃത്തിയോടല്ല, എന്തെങ്കിലുമൊക്കെ പറയും, ദേഷ്യപ്പെട്ടവർക്ക് കുരുത്തം കെട്ട മക്കളെ എന്നൊക്കെ പറഞ്ഞു എന്നൊക്കെ വരും. പക്ഷെ അതൊക്കെ നിങ്ങൾ ഒരു എന്താ സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുക്കണം അല്ലമ്മ. അതെ, ഓവറായിട്ട് ഒന്നും ചെയ്യരുത്, എല്ലാത്തിനും ഒരു ലിമിറ്റ് വേണം. അതാണ് കടന്നുറങ്ങുമ്പോൾ ദയവ് ചെയ്ത് എണിപ്പിച്ചിട്ട് ഉറങ്ങുകയാണോ ചോദിക്കരുത്. വളരട്ടെ വെയിറ്റ് ചെയ്യണം. അല്ലാണ്ട് വന്നിട്ട് അമ്മ ഉറങ്ങണോ ക്ഷീണം അറിയോ അങ്ങനെ ചോദിക്കാൻ പാടില്ല. പിന്നെ ഏത് നേരം വന്നിട്ട് ഇങ്ങനെ ഇരിക്കാനും പാടില്ല. കിടക്കുകയാണെങ്കിൽ അതിൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ഇരിക്കുക. എന്താ ഞാനങ്ങോട്ട് ഇല്ലാണ്ടാവും പോലെയാണ്. എന്തൊക്കെ വർത്താനാണ്. നോക്കൂ ഇത്രയും മോട്ടിവേഷൻ തരുന്ന ഈ അമ്മയാണ് ഈ പറഞ്ഞുകൂടെ. നിങ്ങളുടെ ചേച്ചിയോ നിങ്ങളുടെ അമ്മയോ നിങ്ങളുടെ ഫ്രണ്ടോ ആരോ ആയിക്കോട്ടെ. എന്നിട്ട് ഒരു കോഴിമുട്ട പുഴുങ്ങി കൊണ്ടുവന്നത് വലിയൊരു അപരാധമായല്ലോ. അമ്മ പുഴുങ്ങി തിന്നിട്ടില്ല, ഞാൻ പുഴുങ്ങിയിട്ട് കൊണ്ടുവന്ന് കുരുമുളകൊക്കെ ഇട്ട് തന്നല്ലോ. അതിന് ചീത്ത പറഞ്ഞിട്ട് അയക്കുകയാണോ ചെയ്യുക? അപ്പോൾ നിങ്ങൾ ഈ കംപ്ലൈൻറ്റ് മുഴുവനും കേട്ടിട്ടുണ്ട്. അപ്പോൾ ഏത് ഭാഗത്താണ് ശരി നിങ്ങളൊന്ന് പറയണം. ഉറക്കമൊഴിച്ച് കണ്ണിൽ എണ്ണ ഒഴിച്ചിരുന്ന 3 മക്കൾ, 2 അമ്മ പ്രസവിച്ചത്, 1 പ്രസവിക്കാത്ത മകൾ, അങ്ങനെ 3 മക്കൾ. എത്ര പിന്നെ അത് പറയണ്ടല്ലോ. അത് എന്താ വിളിക്കുക? നമ്മുടെ ഇവിടുത്തെ ഗന്ധർവൻ. അപ്പോൾ പിന്നെ ഒന്നും പറയണ്ട. അതിനെ മാത്രം ഒരു ചീത്തയും പറഞ്ഞില്ല, ഒരു കുറ്റവും പറഞ്ഞില്ല. പാവം മോനേട്ടെന്ന്. എങ്ങനെയുണ്ട്? അതാണ് പറയണത്. എത്രയൊക്കെ ആണെങ്കിലും അപ്പോൾ
അങ്ങനെ വയ്യെങ്കിലും ഇന്നിപ്പോൾ ഈ കുടിയൊക്കെ കുടിച്ചു കാരണം ഇനിയിപ്പോൾ നാളേക്ക് എന്താവുമെന്ന് അറിയില്ല. അപ്പോൾ ഇന്ന് എന്തായാലും എത്ര വയ്യെങ്കിലും നിങ്ങളൊന്ന് കാണണമെന്ന് തോന്നി എത്രയും പെട്ടെന്ന് അമ്മ വരും കേട്ടോ. പക്ഷെ വരാതിരുന്നെങ്കിൽ ഇങ്ങനെ വല്ല കാരണം കൊണ്ട് അമ്മയ്ക്ക് സ്വയം മോട്ടിവേഷൻ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നമ്മളൊക്കെ മോട്ടിവേഷൻ ചെയ്യാൻ എന്തായാലും വരും. അപ്പൊ എന്തറിയോ, ഇന്നിപ്പോ കുളിച്ചില്ലേ, ഇന്നിപ്പോ കുളിച്ചു. വൈകുന്നേരം ആവുമ്പോഴേക്ക് എന്താ പ്രശ്നമാവും? അങ്ങനെ വിചാരിക്കരുത്. ഞാനുണ്ട് മിനിറ്റിന് തമ്മിൽ ചോദിച്ചുകൊണ്ടുണ്ടാവും എന്തമ്മ എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട്. അതാണ് നിങ്ങളൊക്കെ വിചാരിക്കില്ലേ എന്താ കാണാത്തത് എന്താ കാണാത്തത്, അതൊക്കെ വിചാരിക്കും. അതുകൊണ്ടാണ് കേട്ടോ. ആയിക്കോട്ടെ. അപ്പൊ പിന്നെ ഒരു കാര്യം കൂടി, ഇനിയുണ്ടോ? ഉദ്ഘാടനത്തിന് അവിടെ വെച്ച് കണ്ട കുറേ പേരുണ്ട്. അവർക്ക് എന്നെ വന്നിട്ട് വീഡിയോ കാണാറുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതൊക്കെ എനിക്ക് വലിയ സന്തോഷമായി. എവിടെയെങ്കിലും പോകുമ്പോൾ നമ്മുടെ തിരിച്ചറിയുന്നുണ്ട്. ഈ പാവപ്പെട്ട യൂട്യൂബിനെ ആരൊക്കെ അറിയണ്ടല്ലോ. എന്താ പറഞ്ഞാൽ അടുക്കളയിൽ വെച്ച സാധനങ്ങൾ തന്നെ വീണ്ടും വെച്ച് പറഞ്ഞ കഥ തന്നെ വീണ്ടും പറഞ്ഞ് അപ്പൊ എന്നെ പുറത്തു പോകുമ്പോൾ പലരും ഇങ്ങനെ ഞാൻ യൂട്യൂബ് കാണാറുണ്ട്, അംബുജ മോഹനല്ലേ എന്നൊക്കെ പറയുമ്പോൾ അതൊരു സന്തോഷമാണ്. അപ്പോൾ അവരൊക്കെ മെസ്സേജിലൂടെ എനിക്ക് മെസ്സേജ് ഇടില്ലെങ്കിലും എൻ്റെ വീഡിയോസൊക്കെ കാണാറുണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഒരാൾ പറഞ്ഞു എനിക്ക് അടുക്കളയിൽ പ്രചോദനം തരുന്ന ആളാണ്, ഞാനിത് വെച്ചിട്ട് അടുക്കളയിൽ ജോലി ചെയ്യാറുണ്ട് എന്ന് ഒരാൾ പറഞ്ഞു. ആണോ? ഈ പറഞ്ഞ കഥ തന്നെ പറയുമ്പോൾ അവർക്ക് പ്രചോദനമാവുന്നുണ്ട്. കാണിച്ച പാചകം തന്നെ വീണ്ടും കാണിക്കുമ്പോൾ പ്രചോദനമാവുന്നുണ്ടല്ലേ? എന്താ പേര് ചോദിച്ചു. അപ്പോൾ പേര് പറഞ്ഞപ്പോൾ എനിക്ക് പേര് പറഞ്ഞു. പേര് വന്നപ്പോൾ എനിക്ക് അത് ഓർമ്മയിൽ മെസ്സേജിൽ ഒരാൾ പേര് എനിക്ക് കിട്ടിയില്ല, എനിക്കറിയില്ല. അപ്പോൾ അവർ പറഞ്ഞു ഞാൻ അടുക്കളയിൽ ജോലി ചെയ്യുമ്പോൾ മൊബൈൽ ഓൺ ചെയ്ത് വെക്കും. അപ്പോൾ എനിക്ക് പ്രചോദനം തരുന്ന ആളാണ് കേട്ടോ എന്ന് പറഞ്ഞിട്ട് വന്നിട്ട് കെട്ടിപ്പിടിച്ചു. അത് വലിയ സന്തോഷമായി. എൻ്റെ ഒരു കൂട്ടുകാരും കൂടി ഉണ്ട്, കൈ തന്നു. പലരും വന്നിട്ട് കാണാറുണ്ട് ഞങ്ങൾ കാണാറുണ്ട് എന്ന് പറഞ്ഞിട്ട് വരൂ, അയ്യോ വന്നോ, അയ്യോ ഞാൻ പ്രതീക്ഷിച്ചു, ഇങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. എന്താ പറഞ്ഞാൽ ഇതൊക്കെ ഒരു വലിയ ഒരു എന്താ പറയുക, ഒരു വലിയ അംഗീകാരം ആയിട്ടാണ് ഞാൻ. എൻ്റെ ഒരു കൂട്ടുകാരുണ്ട്, നമ്മൾ ഇത്രയും പ്രായമായി അടുക്കളയിലെ ഒതുങ്ങി കൂടിയവരാണ്, 4 ചുമലുകൾക്കുള്ളിൽ അധികം പുറത്തൊന്നും പോകാണ്ടോ. അപ്പം അങ്ങനെയുള്ള ഞാൻ ഇത്രയും ആൾക്കാർ അറിയപ്പെടുന്ന ഒരാളായി എന്നൊരു തോന്നൽ മനസ്സിൽ ഒരുപാട് സന്തോഷം. അപ്പം എല്ലാവർക്കും അതിന് ഞാൻ നന്ദി പറയുന്നു. അപ്പോൾ എല്ലാവർക്കും എനിക്ക് അസുഖമൊക്കെ ഒന്ന് ഭേദമായതിനു ശേഷം കാണാം കേട്ടോ. അതുവരെ എല്ലാവർക്കും ബായ്.